വീണ്ടും യുദ്ധഭൂമിയെ ഞെട്ടിച്ചുകൊണ്ട് അല്ലെങ്കിൽ ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് ഇറാൻ ഒരു തീരുമാനം എടുത്തിരിക്കുകയാണ്. മാത്രമല്ല ഇറാനൊപ്പം ഇപ്പോൾ ചൈന രംഗത്തെത്തിയിരിക്കുകയാണ്. നമുക്കറിയാം, രഹസ്യമായിട്ടുള്ള ഒരു പരസ്യമാണ്. ചൈനയും റഷ്യയും ഇറാനൊപ്പമാണ്. ഇറാൻ ആയുധങ്ങൾ നൽകുന്നു എന്നുള്ളത് ഇപ്പോൾ അത് ഒരു രഹസ്യ ആയുധ കടത്തിനെ പറ്റിയുള്ള വാർത്തയാണ്. അന്താരാഷ്ട്ര യുദ്ധഭൂമിയിൽ നിന്നും പശ്ചിമേഷ്യ ഒന്നാകെ പിടിച്ചുലയ്ക്കുന്ന ഏറ്റവും ഞെട്ടിക്കുന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇറാൻ തങ്ങളുടെ യുദ്ധതന്ത്രങ്ങൾ കടുപ്പിക്കുന്നു എന്ന വ്യക്തമായിട്ടുള്ള സൂചനകൾ നൽകിക്കൊണ്ട് പ്രമുഖ അന്താരാഷ്ട്ര മാധ്യമമായിട്ടുള്ള ടൈംസ് ഓഫ് ഇന്ത്യ പുറത്തുവിട്ട വാർത്തയാണ്. അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും നെഞ്ചെടുപ്പേറ്റുകൊണ്ട് അല്ലെങ്കിൽ അത്യന്തം മാരകമായിട്ടുള്ള 400 ചൈനീസ് വ്യോമ പ്രതിരോധ മിസൈലുകളാണ് അതീവ രഹസ്യമായിട്ട് ഇറാനിലേക്ക് പ്രവഹിക്കുന്നത്. ഇതിൽ നിന്ന് ഒരു കാര്യം വളരെ വ്യക്തമാണ്: ഈ യുദ്ധത്തിൽ നിന്ന് ഇനി എന്തൊക്കെ സംഭവിച്ചാലും ഞങ്ങൾ പിന്മാറില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഇറാൻ ഈ ഒരു നീക്കങ്ങൾ നടത്തുന്നത്. ഇനിയും യുദ്ധം കടുപ്പിക്കും. പശ്ചിമേഷ്യയിലെ ശക്തി സമവാക്യങ്ങളെ പാടെ തകിടം മറിക്കുന്ന ഈ ഒരു വൻ സൈനിക നീക്കം ശത്രുക്കളുടെ അത്യാധുനിക വ്യോമ ആക്രമണത്തെ പോലും നിഷ്പ്രഭമാക്കാൻ പോകുന്നതാണ്. ഇനി ഇസ്രയേലും അവരുടെ പരമശക്തരായ അമേരിക്കയും ഇനി കഷ്ടകാലത്തിന്റെ നാളുകളാണ് ഈ കാണാൻ പോകുന്നത് അല്ലെങ്കിൽ വരാനിരിക്കുന്നത്. ടെഹ്റാന്റെ പുതിയ നീക്കം ഇരു രാജ്യങ്ങളെയും ഞെട്ടിച്ചിരിക്കുകയാണ്, ലോകത്തെ മൊത്തം ഞെട്ടിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് തങ്ങളുടെ വ്യോമ പ്രതിരോധ മേഖലയിൽ ഉണ്ടായ വിള്ളലുകൾ പരിഹരിക്കാൻ ഇറാൻ നടത്തിയ തന്ത്രപരമായിട്ടുള്ള നീക്കമാണിത്. തോളിൽ വെച്ച് തൊടുക്കാവുന്ന ചൈനീസ് നിർമ്മിത QW-12 FN-60 മാൻപാഡ്സ് മിസൈലുകൾ ഇറാന്റെ ഗറില്ല സൈനികരുടെ കൈകളിൽ എത്തിയതോടെ ഇറാന്റെ ആകാശത്ത് പറന്നു നടന്ന ആക്രമണം നടത്താമെന്ന ഇസ്രയേലിന്റെയും US-ന്റെയും അഹങ്കാരത്തിന് കനത്ത തിരിച്ചടിയേൽക്കും. താഴ്ന്നു പറക്കുന്ന ഏത് അത്യാധുനിക 5ാം തലമുറ യുദ്ധവിമാനങ്ങളെയും കോടികൾ വിലമതിക്കുന്ന ഡ്രോണുകളെയും നിമിഷ നേരം കൊണ്ട് ചാമ്പലാക്കാൻ ഈ ഒരു പുതിയ പ്രതിരോധ ശൃംഖലയ്ക്ക് സാധിക്കും. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ കടുത്ത മുന്നറിയിപ്പുകളെയും ഉപരോധ ഭീഷണികളെയും പൂർണ്ണമായിട്ടും തള്ളിക്കളഞ്ഞുകൊണ്ട് ചൈനീസ് പ്രസിഡന്റ് ഷിങ് ജിൻപിങ് ഇറാന് പിന്നിൽ പാറ പോലെ ഉറച്ചു നിൽക്കുകയാണ്. ഇറാൻ ആയുധം നൽകുന്ന രാജ്യങ്ങൾക്ക് മേൽ 50% കടുത്ത നികുതി ചുമത്തുമെന്ന ട്രംപിന്റെ ഭീഷണിയെ കാറ്റിൽ പറത്തിയാണ് ഈ ഒരു 60 മുതൽ 70 മില്യൺ ഡോളറിന്റെ രഹസ്യ ആയുധ ഇടപാട് നടന്നിരിക്കുന്നത്. അതായത് ഇറാൻ ഒപ്പം നിൽക്കുകയാണ് ഈ ചൈന ചെയ്യുന്നത്. അത് നേരത്തെ തൊട്ടേ അങ്ങനെ തന്നെയായിരുന്നു. മാത്രമല്ല, അമേരിക്ക ഒന്നുകൂടി നിലം പരിശാക്കുക എന്നൊരു ആവശ്യം കൂടി ഇതിൽ കാണുന്നുണ്ട്. ഈ പടിഞ്ഞാറൻ ചൈനയിലൂടെയും പാകിസ്ഥാൻ വഴിയുമുള്ള രഹസ്യ പാതകളിലൂടെ ഈ ഒരു ആയുധങ്ങൾ ഇറാനിൽ എത്തുമ്പോൾ പശ്ചിമേഷ്യയിൽ അമേരിക്കൻ മേധാവിത്വത്തിന്റെ അന്ത്യം കുറിക്കുകയാണ് ഇറാൻ ചെയ്യുന്നത്. ഈ ഒരു സൈനിക നീക്കം വെറും ഒരു പ്രതിരോധം മാത്രമല്ല, മറിച്ച് അമേരിക്കൻ മേധാവിത്വത്തിനും ഇസ്രയേലിന്റെ യുദ്ധതന്ത്രങ്ങൾക്കുമെതിരെ ഇറാൻ ശക്തമായിട്ട് നടത്തുന്ന ഒരു താക്കീത് കൂടിയാണിത്. തങ്ങളുടെ മണ്ണിലേക്ക് അതിക്രമിച്ചു കയറാൻ ശ്രമിക്കുന്ന ശത്രുവിന്റെ അത്യാധുനിക യുദ്ധവിമാനങ്ങളെയും കോടികൾ വിലമതിക്കുന്ന ഞാൻ നേരത്തെ പറഞ്ഞ പോലുള്ള ഡ്രോണുകളെയും നിമിഷ നേരം കൊണ്ട് ഭസ്മമാക്കാൻ പോകുന്ന ഒരു സൈനിക ശേഷി ഇറാൻ കൈവരിച്ചിരിക്കുകയാണ്. ചൈനയുമായുള്ള വളർന്നു വരുന്ന തന്ത്രപരമായിട്ടുള്ള പങ്കാളിത്തവും പാകിസ്ഥാൻ വഴിയുള്ള രഹസ്യ ആയുധ നീക്കങ്ങളും പശ്ചിമേഷ്യയിൽ ഇറാന്റെ ആധിപത്യം വീണ്ടും ഉറപ്പിക്കുകയാണ്. ചൈനയിൽ നിന്ന് പ്രവഹിക്കുന്ന ഈ ഒരു 400 മാരക മിസൈലുകൾ ഇറാന്റെ പ്രതിരോധ നിരയിലേക്ക് ചേരുന്നതോടെ ശത്രുവിന്റെ ഏത് മിന്നലാക്രമണത്തെയും ആകാശത്ത് വെച്ച് തന്നെ തകർത്ത് തരിപ്പണമാക്കാൻ പോകുന്ന അതീവ ജാഗ്രതയിലാണ് ടെഹ്റാൻ ഇപ്പോൾ നിലയുറപ്പിച്ചിരിക്കുന്നത്. ഇനി വലിയ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളെ അപേക്ഷിച്ച് തോളിൽ ഉപയോഗിച്ചുകൊണ്ട് നടക്കാവുന്ന ഇത്തരം പോർട്ടബിൾ ആയുധങ്ങൾ ഇറാന്റെ ഗറില്ല പോരാളികൾക്ക് നൽകുന്ന മേൽക്കൈ ചെറുതല്ല. ഒരൊറ്റ സൈനികരെ പോലും വളരെ എളുപ്പത്തിൽ ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് മാറാൻ കഴിയുന്നവയാണ് ഈ സംവിധാനങ്ങൾ. അതായത് സാറ്റലൈറ്റുകൾക്കോ ശത്രുവിന്റെ നിരീക്ഷണ ഡ്രോണുകൾക്കോ ഇവിടെ കൃത്യമായിട്ടുള്ള സ്ഥാനം മുൻകൂട്ടി കണ്ടെത്തുക എന്നത് അസാധ്യമാണ്. മിന്നൽ മുരളി പോലെയാണ് ഈ ഒരു കാര്യം. അതായത് ഇപ്പോൾ ഇവിടെ നിൽക്കുകയാണെങ്കിൽ അതിവേഗം മറ്റൊരു സ്ഥലത്തേക്ക് മാറി തോളിൽ വഹിച്ചുകൊണ്ട് ചെയ്യാവുന്ന ഒരു അത്യാധുനിക മിസൈലുകളാണിത്. ഇനി ഇറാന്റെ പരുക്കൻ പർവ്വത നിരകളിലോ നഗരപ്രദേശങ്ങളിലോ ഒളിച്ചിരിക്കുന്ന ശത്രു വിമാനങ്ങൾക്ക് നേരെ അപ്രതീക്ഷിത ആക്രമണം അഴിച്ചുവിടാൻ ഇത് വഴിയൊരുക്കുന്നുണ്ട്. അത് വളരെ സിമ്പിൾ ആയിട്ട് തന്നെ അവർക്ക് നടത്താൻ കഴിയുമെന്നാണ് പറയുന്നത്. ഇനി സമീപകാലത്തുണ്ടായ സംഘർഷങ്ങളിൽ ഇറാന്റെ ചില പ്രധാന റഡാർ കേന്ദ്രങ്ങൾക്കും ആയുധപ്പുരകൾക്ക് നേരെ ആക്രമണങ്ങൾ ഉണ്ടായിരുന്നു. ഈ ആക്രമണങ്ങൾ ഇറാന്റെ വ്യോമ പ്രതിരോധ ശൃംഖലകളിലെ ചില തന്ത്രപ്രധാനമായിട്ടുള്ള സുരക്ഷാ വിള്ളലുകളെ തുറന്നു കാട്ടിയിരുന്നു. എന്നാൽ ഈ ഒരു പരാജയങ്ങളിൽ നിന്ന് അതിവേഗം പാഠം ഉൾക്കൊണ്ടാണ് ടെഹ്റാൻ തങ്ങളുടെ പ്രതിരോധ ശൃംഖല
പുനർനിർമ്മിക്കുന്നത്. വെറും 60 മുതൽ 70 മില്യൺ വരെ US$ മാത്രം വരുന്ന വിലമതിക്കുന്ന ഈ ഒരു ചൈനീസ് കരാറിലൂടെ തങ്ങളുടെ തകർന്ന സുരക്ഷാ കോട്ടകളെ ഇറാൻ കൂടുതൽ കരുത്തുറ്റാക്കി മാറ്റുകയാണ്. ഇറാൻ ഈ ഒരു 400 മിസൈലുകൾ എവിടെയെല്ലാം ആയിരിക്കും വിന്യസിക്കുക എന്നത് US ഇന്റലിജൻസിനെ പോലും അലട്ടുന്ന പ്രധാന ചോദ്യമാണ്. ഇറാന്റെ അതീവ രഹസ്യമായിട്ടുള്ള ആണവ നിലയങ്ങൾ, എണ്ണ ശുദ്ധീകരണശാലകൾ, ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്പസിന്റെ തന്ത്രപ്രധാന കമാൻഡ് സെന്ററുകൾ എന്നിവയ്ക്ക് ചുറ്റുമായിരിക്കും ഈ ഒരു മിസൈലുകൾ പ്രാഥമികമായിട്ട് വിന്യസിക്കുക. എങ്കിലും മറ്റെവിടേക്കാണെന്ന് ആർക്കും പ്രെഡിക്റ്റ് ചെയ്യാനും കഴിയില്ല. മുൻപ് ഇസ്രയേൽ ഡ്രോണുകൾ ഇറാന്റെ വ്യോമാതിർത്തി ഭേദിക്കാൻ ശ്രമിച്ച പശ്ചാത്തലത്തിൽ അത്തരം നീക്കങ്ങളെ പൂർണ്ണമായിട്ടും തടയാൻ ഈ ഒരു പുതിയ പ്രതിരോധ കവചത്തിന് സാധിക്കുമെന്നതിൽ സംശയമില്ല. ഈ ഒരു സൈനിക നീക്കം അന്താരാഷ്ട്ര തലത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് ഏറ്റ കനത്ത തിരിച്ചടിയാണ്. അതായത് ഇറാന് ആയുധങ്ങൾ നൽകുന്ന രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതിക്ക് മേൽ 50% കടുത്ത നികുതി ചുമത്തുമെന്ന കടുത്ത സാമ്പത്തിക മുന്നറിയിപ്പ് ട്രംപ് നൽകിയിരുന്നു. എന്നാൽ അമേരിക്കയുടെ ഇത്തരം നയതന്ത്ര ഭീഷണികളെയും കടുത്ത ഉപരോധങ്ങളെയും പൂർണ്ണമായിട്ടും അവഗണിച്ചുകൊണ്ടാണ് ചൈനീസ് കമ്പനികൾ ഇറാന് തന്ത്രപ്രധാനമായിട്ടുള്ള ആയുധ പിന്തുണ നൽകുന്നത്. ഇതും കൂടി നമ്മൾ നോക്കണം. കാരണം വലിയ ഒരു പിന്തുണ അറിയിച്ചിരിക്കുകയാണ്. ഇത് അമേരിക്കയുടെ ആഗോള സാമ്പത്തിക ഭീഷണികളുടെ മൂർച്ച കുറയുന്നതിന്റെ വ്യക്തമായിട്ടുള്ള ഒരു തെളിവ് കൂടിയാണ്. ഇനി അന്താരാഷ്ട്ര നിരീക്ഷണങ്ങളെ വെട്ടിച്ച് വളരെ ആസൂത്രിതമായാണ് ഈ ഒരു ആയുധ ഇടപാട് നടന്നിരിക്കുന്നത്. ഹോങ്കോങ് ആസ്ഥാനമായിട്ട് പ്രവർത്തിക്കുന്ന ഷോക്കിംഗ് ബഷാങ് ഇന്റർനാഷണൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന കമ്പനിയാണ് ഈ ചൈനീസ് വിതരണക്കാരും ഇറാനും തമ്മിൽ രഹസ്യ ഇടപാടിന് മധ്യസ്ഥ വഹിച്ചത് എന്ന അന്താരാഷ്ട്ര റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. ഈ പടിഞ്ഞാറൻ ചൈനയിലെ ഉറുംഖയിൽ നിന്നും പാകിസ്ഥാൻ വഴിയുള്ള വ്യോമകര മാർഗങ്ങളിലൂടെയാണ് ഈ ആയുധങ്ങൾ ഇറാനിലേക്ക് എത്തിക്കാൻ പദ്ധതിയിട്ടിരുന്നത്. ഈ വാർത്ത പുറത്തു വന്നതോടെ ആഗോളതലത്തിൽ വലിയ നയതന്ത്ര സമ്മർദ്ദമാണ് രൂപപ്പെട്ടിരിക്കുന്നത്. തങ്ങളുടെ വ്യോമാതിർത്തിയോ ഭൂപ്രദേശമോ ഇറാൻ ആയുധം കൈമാറാൻ ഉപയോഗിക്കില്ല എന്നും ഈ വാർത്തകൾ പൂർണ്ണമായും അടിസ്ഥാനരഹിതമാണെന്നും പാകിസ്ഥാൻ സൈന്യം ഔദ്യോഗികമായിട്ട് വ്യക്തമാക്കുമ്പോഴും വലിയൊരു വെല്ലുവിളിയും ഭീഷണിയും തന്നെയാണ് അവിടെ ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ ഈ ഒരു മിസൈൽ ഇടപാട് വാർത്തകൾ കേവലം കെട്ടിച്ചമച്ചതാണെന്നാണ് ചൈനീസ് വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവിക്കുന്നത്. എന്നാൽ നേരിട്ടുള്ളൊരു സൈനിക കരാറുകൾ ചൈന നിഷേധിക്കുമ്പോഴും രഹസ്യമായിട്ട് ഇരട്ട ഉപയോഗ സാങ്കേതിക വിദ്യകൾ ചൈന ഇറാനിലേക്ക് വൻതോതിൽ ഒഴുക്കുന്നുണ്ട് എന്നാണ് ഈ ഇന്റലിജൻസ് ഉറപ്പിച്ച് പറയുന്നത്. അത് പറയുമ്പോൾ തന്നെ അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും അന്ത്യം അടുത്തു എന്നത് തന്നെയാണ്. അമേരിക്കൻ ഡോളർ വിപണിയെ പൂർണ്ണമായിട്ടും വെട്ടിലാക്കിക്കൊണ്ടുള്ള ഈ ഒരു പുതിയ സാമ്പത്തിക സമവാക്യമാണ് ചൈനയും ഇറാനും തമ്മിൽ നിലനിൽക്കുന്നത്. ഡോളർ വിപണിയെ പൂർണ്ണമായിട്ടും ഒഴിവാക്കിക്കൊണ്ട് ചൈനയിലേക്ക് ഇറാൻ നടത്തുന്ന വൻതോതിലുള്ള എണ്ണ കയറ്റുമതിയാണ് ഇത്തരം പ്രതിരോധ കരാറുകൾക്ക് പകരമായിട്ട് നൽകപ്പെടുന്നത്. ചൈനയുടെ വിപണിക്ക് കുറഞ്ഞ നിരക്കിൽ ഇന്ധനം നൽകുമ്പോൾ ഈ പകരം ഇറാന്റെ സൈന്യത്തിന് ആവശ്യമായിട്ടുള്ള സാങ്കേതിക വിദ്യകളും ആയുധങ്ങളും ചൈനീസ് കമ്പനികൾ ഉറപ്പാക്കുന്നു. ഈ ഒരു ബാർട്ടർ സമ്പ്രദായം ഇറാന്റെ ആയുധ നിർമ്മാണത്തെയും പ്രതിരോധ ശേഷിയും ഉപരോധങ്ങൾക്കിടയിലും തളരാതെ കാക്കുന്നു എന്നുള്ളതാണ്. അതായത് യുദ്ധം കനക്കുന്നു. യുദ്ധത്തിൽ അമേരിക്കയ്ക്കും ഇസ്രയേലിനും കനത്ത പ്രഹരം ഏൽപ്പിച്ചുകൊണ്ട് ചൈനയിൽ നിന്ന് 400 മിസൈലുകൾ രംഗത്ത് വരുന്നു. ഈ ഒരു മിസൈലുകൾ കൊണ്ട് അടുത്ത യുദ്ധത്തെ അല്ലെങ്കിൽ യുദ്ധത്തിന്റെ കളം മാറ്റുവാൻ, കടുപ്പിക്കുവാൻ തക്കവണ്ണം ഇറാൻ രംഗത്തിറങ്ങുന്നു. ഇനി ഇറാന്റെ നീക്കങ്ങൾ എന്തായിരിക്കും എന്നുള്ളതാണ് ലോകരാജ്യങ്ങൾ ഉറ്റുനോക്കുന്നത്. പശ്ചിമേഷ്യ വീണ്ടും ആശങ്കയുടെ വക്കീലാണെന്നല്ല, ആശങ്കയിലാണ്. അവിടെ സമാധാനം അകലെയാണ്. അങ്ങനെ ആകെ മൊത്തത്തിൽ പ്രതിസന്ധി രൂക്ഷമാകുന്നതിനിടയിലാണ് ഒരു മാസ് എൻട്രിയുമായിട്ട് ചൈന രംഗത്തെത്തുന്നത്. ചൈനയുടെ രഹസ്യ ആയുധങ്ങൾ ഇറാനിലേക്ക് എത്തിയിരിക്കുന്നത് വലിയൊരു യുദ്ധത്തിന്റെ തുടക്കമാകുമെന്നതിൽ യാതൊരു സംശയവുമില്ല.